നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. പ്രശാന്തിയുടെ സമുദ്രം. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷം? 1961. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? മെഗാട്രോപിക്സ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ്-E എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാന. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? നൈക് അപ്പാച്ചെ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഹിജ്റ കലണ്ടർ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സരൾ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? റഷ്യ. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യമേത്? റഷ്യ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? അനുഷ അൻസാരി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര് എന്താണ്? അപ്സര. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എജ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഏത്? ഷൂമാക്കർ ലെവി 9. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഒളിമ്പസ് മോൺസ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏത്? സിലിക്കൺ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്?
ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? എ.ബി. വാജ്പേയി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗോലിത്ത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെ? ഇറാൻ. ഭൂമിയിലേക്കു പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയാൻഗോങ് 1. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,80,000 കിലോമീറ്റർ. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത്? ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? അപ്പോളോ 4, 1967. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ചാന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? എം. അണ്ണാദുരൈ.